അതിക്രമങ്ങൾക്കെതിരെ ഒരു ദലിത് സ്ത്രീയുടെ വേട്ട ജീവിതം, ഒരു പോരാട്ട ജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി അഡ്വക്കേറ്റ് ബിന്ദു അമ്മിണി, KS ശരണ്യമോൾ എന്നിവർ സംവദിക്കുന്നു മിറ്റം വേദിയിൽ. ഈ സെഷനിൽ പങ്കെടുക്കുന്നതിനായി അഡ്വക്കേറ്റ് ബിന്ദു അമ്മിണി, KS ശരണ്യമോൾ എന്നിവരെ ഹാർദമായി ക്ഷണിക്കുന്നു. ഹലോ, ഇതിലുണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിപ്പോൾ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ബിന്ദു ചേച്ചി ഈ സെക്ഷനിലേക്ക് എന്നെ പ്രത്യേകം ക്ഷണിച്ചതാണ്. എനിക്കറിയില്ല ചേച്ചി എന്ത് കണ്ടിട്ടാണ് എന്നെ ചേച്ചി സജസ്റ്റ് ചെയ്തിട്ട് ഇന്ദു മേഡമാണ് എന്നെ ക്ഷണിച്ചത് അല്ലേ. സത്യത്തിൽ എന്താണ് ഇങ്ങനൊരു സെഷനിൽ എന്നെ വിളിച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ചേച്ചി പറഞ്ഞു ജസ്റ്റ് ശരണ്യ ചോദ്യം ചോദിച്ചാൽ മതി എന്നാണ്. എൻ്റെ പേര് ശരണ്യ, ഞാനൊരു ജേർണലിസ്റ്റാണ്. ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ നടത്തി അങ്ങ് പോവുകയാണ്. ചേച്ചിയെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യണമെന്നുണ്ട്. അത് ഞങ്ങളുടെ ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രോസസ്സാണ്. അതിൻ്റെ പടിയായിട്ട് ഞാൻ ഫസ്റ്റ് ചേച്ചീനെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക്, അതായത് ഒരു ദളിത് സ്ത്രീ അവരുടെ പോരാട്ടങ്ങൾ അത് അടയാളപ്പെടുത്തി പോകേണ്ടതുണ്ട്. അത് വെറുതെ അടയാളപ്പെടുത്തിയാൽ പോരാ, അത് ആ സാഹചര്യവും ആ പരിസരവും വ്യക്തമായി വിശകലനം ചെയ്യുകയും അല്ലെങ്കിൽ അതെങ്ങനെയാണ് നടത്തേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ കൂട്ടി വായിക്കേണ്ടത് സമൂഹം എന്നും കൂടെ എനിക്ക് പൊതുബോധത്തിൽ കാണിക്കേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ഈ സെഷനിലേക്ക് ഞാൻ ആദ്യം തന്നെ ചേച്ചീനെ സ്വാഗതം ചെയ്യുന്നു. ചേച്ചി നമസ്കാരം. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ. ബിന്ദു ചേച്ചീനെ ഞാൻ കണ്ട ബിന്ദു ചേച്ചിയിലൂടെയാണ് ഞാൻ ഈ ഇരിക്കുന്ന ആളുകളിലേക്ക് കൊടുക്കുന്നത്. ഞാൻ കാണുന്നത് ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ചേച്ചീനെ ശബരിമലയിൽ കയറുന്നതാണ് കണ്ടത്. പിന്നീട് ഇങ്ങോട്ട് ഇതാരാണ് ഈ സ്ത്രീ എന്ന് ഞാൻ തിരയുകയാണ്. അതായത് അതിനു മുമ്പേ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ എന്നെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതിനു മുന്നേ ചേച്ചിയുടെ പോരാട്ടങ്ങളും കാര്യങ്ങളും ഇവിടെ നടപ്പുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ശ്രദ്ധിക്കുന്നു. പിന്നീട് ശ്രദ്ധിക്കുമ്പോഴാണ് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പോഴൊക്കെയും എൻ്റെ ഉള്ളിലൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ചേച്ചി, അതായത് നമ്മൾക്ക് സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു, ആർക്കും കയറാം അവിടെ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ എന്തിനു വേണേലും കയറാം. എന്താ ചേച്ചി അങ്ങനെ ഒരു ചൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ കയറാം, ഞാൻ മറ്റുള്ളവർ ഇപ്പം നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് കയറിയതാണോ, അത് എന്ത് മെസ്സേജ് ആയിരുന്നു അന്ന് മൈൻഡിലുണ്ടായിരുന്നേ? നമസ്കാരം. ഞാൻ എൻ്റെ 41 വയസ്സിന് ശേഷമാണ് നിങ്ങളിൽ പലരിലേക്കും എത്തുന്നത്. ഇങ്ങനെ ഒരാൾ, ബിന്ദു അമ്മിണി എന്ന് പറയുന്ന ഒരു പേര് നിങ്ങളുടെ പലരുടെയും ശ്രദ്ധയിലേക്ക് പെടുന്നത്. എന്നാൽ എൻ്റെ അത് പറയുന്നതിന് മുമ്പ്, ശരണ്യ ചോദിച്ച ചോദ്യത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ഞാൻ ആരായിരുന്നു എന്ന് ഞാൻ തന്നെ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളത്, ഞാനും ശരണ്യയും ഒക്കെ തന്നെ ഞങ്ങൾ രണ്ടുപേരും ദളിത് കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരും അതുപോലെ തന്നെ ആദ്യ തലമുറയിൽ പെട്ട ആളുകളുമാണ്.
അപ്പോൾ നമുക്കറിയാം ഇവിടെ പലപ്പോഴും ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളും മറ്റതുപോലെയുള്ള പല അക്കാഡമിക് സ്പേസുകളും ഒക്കെ തന്നെ ഒക്യുപ്പൈ ചെയ്യുന്നത് 3ാം തലമുറയിലോ 4ാം തലമുറയിലോ അല്ലെങ്കിൽ അതിനപ്പുറമോ ഉള്ള ആളുകളാണ്. ആദ്യ തലമുറയിലെ ആളുകൾ ഇത്തരം ഇടങ്ങളിൽ ഞങ്ങൾക്ക് ഒരു എൻട്രി ലഭിക്കുന്നത് തന്നെ വളരെ അപൂർവമാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും തന്നെ ആദ്യ തലമുറയിൽ പെട്ടവരാണെന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ ഇനിയും എത്രയോ വർഷം കഴിഞ്ഞാൽ മാത്രം എത്താൻ പറ്റാവുന്ന ഒരുപാട് ആളുകളുടെ ഇടയിൽ നിൽക്കുന്നവരാണ് നമ്മൾ. ഈ 2ാം തലമുറയ്ക്ക് ശേഷമുള്ളവർക്കും അത്രപോലും കാടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലാത്ത, മറ്റ് കമ്മ്യൂണിറ്റിക്ക് പുറത്തുള്ള ആളുകളോട് സംസാരിക്കാൻ പോലും കഴിയാത്ത കുറേ മനുഷ്യർ, അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എത്തി എന്നുള്ളത് ഞങ്ങൾ സ്വയം നേടിയെടുത്തൊരു അച്ചീവ്മെൻ്റാണ്. അപ്പോൾ ആ ഒരു സാമൂഹ്യ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരിടത്തിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് പല ആളുകളെ നമ്മളിവിടെ വന്ന ഡെലിഗേറ്റ്സും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള ഗസ്റ്റുകളിൽ പല ആളുകളും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതെന്തിനാണ് ഇത്രയധികം കാശ് ചെലവാക്കിയിട്ട് ഇങ്ങനെ ഒരു ഫെസ്റ്റിവല് നടത്തുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്നുള്ളത്. ഇവിടെ വന്നിരിക്കുന്ന ഇപ്പോൾ ഈ വേദിയിലടക്കം ചിലപ്പോൾ ഏറ്റവും താഴെത്തട്ടിൽ നിന്നുള്ള ആളുകളുടെ പ്രാതിനിധ്യം കുറവായിരിക്കാം. എന്നാൽ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന്, ഒരു ഊരിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു പ്രദേശത്തു നിന്ന്, അതല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് നിന്ന് ഇവിടെ ഈ സ്റ്റേജിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ ആളിലൂടെ അടുത്ത ഫെസ്റ്റിവൽ ആകുമ്പോഴേക്ക് പല ആളുകൾ, ഇവിടെ ഇരിക്കുന്ന ഡെലിഗേറ്റുകളിൽ നിന്ന് പല ആളുകൾ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളത് ഇത്തരം ഫെസ്റ്റിവലുകളുടെ ഒരു പ്രാധാന്യം ഞാനത് അങ്ങനെയാണ് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് തന്നെ പല ആളുകളും അതിന് ഉത്തരം പറയേണ്ടത് ഞാനല്ല, ഞാൻ അവരോട് പറഞ്ഞത് ഇതിന് ഉത്തരം നൽകേണ്ട ആൾ ഞാനല്ല, ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ വരുന്നവരാണ്, എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇവിടെ എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനൊക്കെ ഏറ്റവും ഇപ്പോൾ എനിക്ക് 47 വയസ്സെത്തുമ്പോഴാണ് എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്, ഇങ്ങനെ ഒരു വേദിയിൽ ഇരിക്കാൻ പറ്റുന്നത്. ഞാൻ ജനിച്ചു വീഴുന്ന എൻ്റെ കുടുംബമെന്ന് പറയുന്നത് നിരക്ഷരരായിട്ടുള്ള മാതാപിതാക്കളുടെയും ഏറ്റവും പിന്നോക്കം, ഇപ്പോഴും ഒരു 40 വർഷം പിന്നോട്ട് കേരളത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പിന്നോക്കം നിൽക്കുന്ന ഒരു ഏരിയയിൽ ജനിച്ചു വളർന്ന് വന്ന ഒരു അവസ്ഥയിലൂടെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ പിന്നോക്ക അവസ്ഥയിൽ എന്നെപ്പോലെയുള്ള ഒരാൾ 10ാം ക്ലാസ്സിനപ്പുറം പോകാൻ യാതൊരുവിധ സാഹചര്യവുമുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ നിന്നല്ല ഞാൻ വന്നിട്ടുള്ളത്. ശരണ്യനെ അങ്ങനെ എനിക്കറിയില്ല. ഞാനൊരു 6ാം ക്ലാസ്സിൽ എത്തിക്കുമ്പോഴേക്ക് 8 സ്കൂളുകളിലായിട്ട് ഒരു നൊമാഡിക് നേച്ചറിലാണ്. അമ്മ ഇങ്ങനെ പല സ്ഥലത്ത് മാറി ചെറിയ ചെറിയ ജോലികൾ, കൂലിപ്പണി, അതേപോലെ ഇഷ്ടിക കളത്തിലെ പണി, അങ്ങനെ ചെറിയ പണികൾ ചെയ്യുമ്പോൾ മാറി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ മാറി അങ്ങനെ വന്നിട്ട്, അപ്പോൾ ആ സമയത്ത് നമ്മളെ ഒന്ന് കൈപിടിച്ചുയർത്താൻ ഒരാളുമില്ല. ഒരു സിംഗിൾ മദർ. പിന്നീട് അമ്മ വീട് വിട്ടു പോരുന്ന സമയത്ത് ശരിക്കും മരിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ 2 പെൺകുട്ടികളെ, ഞാനും എൻ്റെ ചേച്ചിയായിട്ട്, അമ്മ ആത്മഹത്യ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നിടത്തു നിന്ന് അന്ന് 5 വയസ്സുള്ള ഞാൻ അമ്മേനോട് നടന്ന് ഇനി എത്ര സമയം വേണം മരിക്കാൻ പോകാൻ, ഇനി എത്ര സമയം വേണമെന്നുള്ള എൻ്റെ ചോദ്യത്തിന് 8ാം ക്ലാസ്സുകാരിയായ ആ സമയത്ത് ചേച്ചി അമ്മയെ മരണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുവന്ന് ഇന്ന് ഇവിടെ വരെ എത്താൻ പറ്റിയതിന് അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര അഹങ്കാരമാണ്. അഹങ്കാരത്തോടു കൂടി തന്നെ പറയണം, എൻ്റെ ഒരാളുടെ മാത്രം, എൻ്റെ അമ്മ പോലും എന്തിനാണ് ഈ പ്രായമായപ്പോഴും എന്തിനാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിലൂടെ കടന്നു വന്ന ഞാൻ എൻ്റെ ചെറിയ പ്രായം മുതൽ തന്നെ ഇത്തരം നമുക്ക് വളരെ വലിയ രീതിയിൽ ഏറ്റവും പണിയെടുക്കുന്ന ഒരു സിംഗിൾ മദറായിട്ടുള്ള നിരക്ഷരയായിട്ടുള്ള ഒരു സ്ത്രീയുടെ മകൾ എന്നുള്ള നിലയിൽ എല്ലായിടങ്ങളിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ ആ ഇടങ്ങളിലെല്ലാം തന്നെ അങ്ങനെ നേടിയെടുത്തിട്ടാണ് നമ്മൾ ഡിമാൻഡ് ചെയ്തിട്ടാണ്. ആരും നമ്മളെ കൈപിടിച്ചില്ല, ആരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, ആരും നമ്മളെ പഠിക്കാനോ ഒരു നോട്ട്ബുക്ക് വാങ്ങി തന്നു പോലുമോ സഹായിച്ചിട്ടില്ല. അപ്പോഴൊക്കെ തന്നെ എനിക്കറിയാം എൻ്റെ കൂടെയുള്ള ഒരു കുട്ടി
കീറിയ പുസ്തകമായി ഹിന്ദി ടീച്ചറുടെ പുസ്തകം വായിക്കുമ്പോൾ അച്ഛൻ മദ്യപിച്ചു വന്ന അച്ഛനും അത് ഒരു കാര്യവും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഏതോ ഒരു കുട്ടിയിൽ നിന്ന് പഴയ ഒരു ബുക്ക് വാങ്ങി വന്ന് നിന്ന് വായിക്കുമ്പോൾ കീറിയതാണ് എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകം വാങ്ങി ദൂരേക്ക് വലിച്ചെറിയുന്ന തരത്തിലുള്ള അധ്യാപകർ, അത്തരം അധ്യാപകരാണ് നമ്മൾക്ക് ഉണ്ടായിരുന്നത്. ആകെ എനിക്ക് ഒരു മേരി ജോൺ എന്ന് പറയുന്ന എൻ്റെ ഒരു ഹെഡ് മിസ്ട്രസ് ഉണ്ട്. ടീച്ചർ മാത്രമാണ് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, സ്റ്റാഫ് റൂമിലേക്ക് വിളിക്കും, ടീച്ചറുടെ ഓഫീസിലേക്ക് വിളിക്കും. HM ആയിരുന്നു ടീച്ചർക്ക് കുട്ടികളില്ല. ടീച്ചർ മാത്രമാണ് ആ ഒരു അർത്ഥത്തിൽ ആ സമയങ്ങളിലൊക്കെ തന്നെ എന്നെ പഠിക്കണം, നിങ്ങൾക്ക് റിസർവേഷൻ ഉള്ളതാണ്, നല്ല മാർക്ക് വാങ്ങിക്കണം, എവിടെയെങ്കിലും എത്തണമെന്ന് പറഞ്ഞ ഒരേ ഒരു ടീച്ചർ സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് ആ ടീച്ചർ മാത്രമാണ്. ബാക്കി എല്ലാവരും തന്നെ, ഞാൻ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും മോണിറ്റേഴ്സ് ആയിരുന്നു. പക്ഷേ എൻ്റെ ക്ലാസ് ടീച്ചറായിട്ടുള്ള അധ്യാപകൻ നമുക്ക് SSLC ബുക്കിൽ ഇങ്ങനെ ഓരോ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി അങ്ങനെ എല്ലാം എഴുതും. എല്ലാത്തിനകത്തും എനിക്ക് ആവറേജ് ആണ് ഇട്ടിട്ടുള്ളത്. ഞാൻ സ്പോർട്സ് ചെയ്യാറുണ്ട്, ഞാനന്ന് ഫോറസ്ട്രി ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്, മോണിറ്റേഴ്സാണ്. പക്ഷേ നമ്മൾ എല്ലാത്തിലും ആവറേജ് ആണ്. ചേച്ചി ഇപ്പം ചേച്ചി പറഞ്ഞു വരുമ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ അവിടെ തന്നെ നിൽക്കട്ടെ. ചേച്ചി പറഞ്ഞ ഇത്രയും സഫർ ചെയ്ത ഒരുപാട്, നമ്മൾ ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ തന്നെ നാളെ ഇവിടെ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന ആരെങ്കിലും ഇവിടെ വരേണ്ടവരാണ്, അല്ലെങ്കിൽ വന്നിരിക്കും. ഒരുപാട് ആളുകൾ കഷ്ടപ്പാടിൻ്റെ ഏറ്റവും ഇസഡ് എന്ന് പറയും ഞാൻ, അതായത് സാഹചര്യങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ, സാഹചര്യങ്ങൾ മാറുന്നില്ല, ആളുകളെ മാറുന്നുള്ളൂ. എല്ലാവരും ഈ കഷ്ടപ്പാടുകളാണ് സഹിച്ചത്. ചെറുതിലെ മുതൽ ചേച്ചിക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഈ പറയുന്ന ഓരോ ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന തിരസ്കരണം, അതായത് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുകയും ഇവരിത് എന്തിനാ കാണിക്കുന്നതെന്ന് അറിയാൻ മേലാത്തൊരു പ്രായമുണ്ട്. നമുക്കറിയാം എന്തോ ഒന്നുണ്ട്, നമ്മളെ ഇവർ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളോട് ഇവരിത് പെരുമാറുന്നില്ല എന്ന് നമുക്കറിയാം. അതിൻ്റെ കാരണം നമുക്കറിയില്ല. ആദ്യകാലങ്ങളിൽ കരുതുന്നു നമുക്ക് പണമില്ലാത്തതുകൊണ്ടാണ്, പിന്നീട് കരുതുന്നു നിറവാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഉത്ബോധം മനസ്സിൽ നിന്ന് പൊളിഞ്ഞു വരുന്നത് ജാതി എന്നൊരു കോൺസെപ്റ്റാണ്. ഇപ്പം ചേച്ചി ഈ പറയുന്ന സമരങ്ങളിൽ ഇങ്ങോട്ടേക്ക് എടുത്ത് ഇപ്പം ചേച്ചിയുടെ ഈ നിലനിൽക്കുന്ന കാലത്തെ ചേച്ചിയുടെ സമരങ്ങളെല്ലാം തന്നെ ബേസ് എന്ന് പറയുന്നത് അവിടെ നിന്നുണ്ടായിട്ടുള്ളതായിരിക്കാം. ചേച്ചി കഴിഞ്ഞ കാലത്തെ എപ്പോഴെങ്കിലും ഈ തിരസ്കരിക്കപ്പെട്ടവർക്ക് ഒരു മറുപടി, അതായത് അന്നത്തെ കാലത്തല്ല ഇന്ന് കൊടുക്കണമെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും ചേച്ചി കൊടുക്കുക? തിരസ്കരിക്കപ്പെട്ട ആളുകൾക്കുള്ള മറുപടി നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. അതിനെ ചില ആളുകൾ ആക്ടിവിസം എന്ന് പറയുന്നു, ചില ആളുകൾ വേറെ തരത്തിലുള്ള ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നു. നമ്മൾ കാണിച്ചു കൊടുക്കുക. നമ്മുടെ മുമ്പിൽ ഇതാ 2 പേരിരിക്കുന്നുണ്ട്, അവിടെ പ്രകൃതിയും മറ്റേ പേര് ഞാൻ മറന്നുപോയി, സോറി. ഓക്കെ, 2 പേര്, ഒരാൾ ഡാൻസറാണ്. അപ്പോൾ അവർ ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ്. അവർ സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഓരോ ദളിത്, ട്രൈബൽ, നമ്മൾ ഏറ്റവും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ചോദ്യങ്ങൾക്ക് മറുപടി അപ്പം ശബരിമല ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യനുമായി ഞാൻ ചെറുതായി കണക്ട് ചെയ്യും. ഇങ്ങനെ വന്ന ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന എന്നെ ഇങ്ങനെ ആക്കി തീർത്തത് എൻ്റെ വായനയോ, ഞാൻ ചെറുതായിട്ടൊക്കെ വായിക്കുന്ന ആളായിരുന്നു. ഒരു 20-21 വയസ്സ് വരെയൊക്കെ ഞാൻ കുറച്ചൊക്കെ വായിക്കുമായിരുന്നു. അതിനുശേഷം എൻ്റെ വായനയൊക്കെ കുറഞ്ഞു വന്ന്. അപ്പോൾ എൻ്റെ വായനയല്ല എന്നെ ഇങ്ങനെ ആക്കി തീർത്തത്. അപ്പം ശരിയാണ്, ഇപ്പം മാവേലി മണ്ഡലം, KJBയുടെ മാവേലി മണ്ഡലം, ആശാപൂർണദേവി ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് അതിനെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും ഈ വായനകളൊന്നുമല്ല, ഈ എഴുത്തുകാരൊന്നുമല്ല നമ്മളെ കൂടുതലായി സ്വാധീനിച്ചിട്ടുള്ളത്. എന്നെ കൂടുതലായി സ്വാധീനിച്ചിട്ടുള്ളത് എൻ്റെ ജീവിത പരിസരമാണ്. ഞാൻ കടന്നു വന്നിട്ടുള്ള വഴികൾ, ഞാൻ കടന്നു വന്നിട്ടുള്ള അനുഭവങ്ങൾ, അതാണ് എന്നെ ഞാൻ കണ്ടിട്ടുള്ള മനുഷ്യര്, എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർ അനുഭവിക്കുന്ന യാതനകളും വിഷമതകളും അതുപോലെ തന്നെ വിവേചനങ്ങളും, ഇതൊക്കെയാണ് എന്നെ ഇങ്ങനെ മോൾഡ് ചെയ്തിട്ടുള്ളത്. അതിൽ എനിക്കൊരർത്ഥത്തിൽ വളരെ വലിയ അഭിമാനവുമുണ്ട്. എൻ്റെ ഭാഷ, നമ്മൾ സ്വാഭാവികമായും നമ്മൾ ദളിത് പരിസരത്ത് നിന്നും കടന്നു വരുന്ന ആളുകളുടെ ഭാഷയൊന്നും, നമ്മൾ അത്ര വലിയ ഭാഷയിലൊന്നും, മലയാളത്തിൽ പോലും നമുക്കങ്ങനെ വലിയ അപ്പർ ഹാൻഡില്ല. നമ്മളുടേതായിട്ടുള്ള ചില പ്രയോഗങ്ങൾ വരും. അപ്പം ചിലർ നമ്മൾ പറയുന്നത് നിങ്ങൾ ദളിത് ഭാഷയാണ്. ഞാൻ എറണാകുളത്ത് ലോ കോളേജിലേക്ക് വന്നപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് എന്നുള്ള ആദ്യത്തെ എൻ്റെ ഒരു സുഹൃത്തിനോടുള്ള ഷെയറിങ്, അവരുടെ ഭാഷ ദളിത് ഭാഷയാണ്. അപ്പം ആ ഭാഷ മോശമാണെന്നല്ല, പക്ഷെ നമ്മൾ പറയുമ്പോൾ മോശമാണെന്നല്ല, പക്ഷെ അവർ നമ്മളെ മോശമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പം നമ്മൾക്കങ്ങനെ ഭാഷാശുദ്ധിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒന്നും തന്നെ വലിയ
ഒരു അപ്പർ ഹാൻഡുള്ള ആളുകളല്ല. പക്ഷെ എന്നാലും അങ്ങനെ ഇരിക്കുമ്പോഴും ഇപ്പോൾ അലിഗഡ് പോലെയുള്ള സ്ഥലത്തെ ഹിന്ദി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊളോക്കിയലായിട്ടുള്ള, അവിടെ ഹിന്ദി സംസാരിക്കുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് നമ്മളെ വന്ന് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ നമ്മളെ അവതരിപ്പിച്ച് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നമ്മളെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ആ സമൂഹത്തിൽ നിന്ന് ആർജിച്ചിട്ടുള്ള ഇത്തരം അനുഭവങ്ങളുടെ ഒരു കരുത്തും അതിനോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയുമാണ് ഇത്തരം ആളുകൾ നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറയുന്ന വായനയിലൂടെയും മറ്റും നേടിയെടുത്ത അറിവിനേക്കാൾ കൂടുതൽ നമ്മൾ കടന്നുപോയിട്ടുള്ള നമ്മളുടെ അനുഭവങ്ങൾ നമ്മളെ വലിയ രീതിയിൽ നമ്മുടെ പ്രവർത്തനത്തെയും നമ്മുടെ ലക്ഷ്യത്തെയും നമ്മൾ എന്ന് പറയുന്ന ആളെ മോൾഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ഒന്നിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമല വിഷയത്തിലും ഞാൻ അതിലേക്ക് അത്തരത്തിൽ ശബരിമല പ്രവേശനം പോവുക എന്നുള്ള ഒരു തീരുമാനമെടുക്കുന്നത്. അതിനകത്ത് പല ആളുകളും ഇപ്പോഴും വളരെ പുരോഗമനമെന്ന് പറയുന്ന പല ആളുകളും ഇപ്പോഴും നമ്മളോട് ചോദിക്കുന്നത്, ഓ ശബരിമല പ്രശ്നത്തിലുണ്ടായിരുന്ന ആളാണല്ലേ എന്നുള്ളത്. അപ്പം ശബരിമല പ്രശ്നം ഉണ്ടാക്കിയ ആളല്ലേ എന്നുള്ളതാണ് അതിനർത്ഥം. ശബരിമലയിൽ യാതൊരു വിധമായ പ്രശ്നവും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നതനുസരിച്ച്, ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ 14 അനുസരിച്ച് തുല്യത നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ആ തുല്യതയുടെ അടിസ്ഥാനത്തിലാണ് ശബരിമല വിധി വരുന്നത്. അപ്പോൾ അവിടെ ഭരണഘടന ഏറ്റവും നമ്മുടെ ടോപ്പിലുള്ള നിയമം എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ആ ഭരണഘടന അനുശാസിക്കുന്നതനുസരിച്ച് ഏറ്റവും ഉയർന്ന കോടതിയായ സുപ്രീം കോടതിയുടെ വിധിന്യായം അനുസരിച്ച് നമ്മൾക്ക് അവിടെ പോകുന്നതിന് യാതൊരു വിധമായ നിയമ തടസ്സവുമില്ല. അവിടെ നമ്മൾ പോകാൻ നിയമപരമായി നിയമവിരുദ്ധമായി ഞാൻ യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല. നിയമപരമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ശനിക്ഷേത്രത്തിൽ ഇതേപോലെ തന്നെയുള്ളൊരു വിധി വന്നു. അവിടെ സ്ത്രീകൾ പ്രവേശിച്ചു, അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. ആരാണ് ശനിക്ഷേത്രത്തിൽ പ്രവേശിച്ചത്? സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ശബരിമലയിലേക്ക് പ്രവേശിക്കണം, സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് പോയതാരാണ്? അതും സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോൾ അതിനുശേഷം വിധി വന്ന സമയത്ത് അതിനെ സ്വാഗതം ചെയ്തതാരാണ്? അതും സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആളുകളും വലതുപക്ഷവും ഒക്കെ തന്നെയാണ്. അതിനുശേഷം ഇതിനെ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാണുകയും ഏകദേശം 60 കോടിയോളം രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയും ഭക്തന്മാരെന്ന വ്യാജേന 2000 രൂപ മിനിമം ഏറ്റവും കുറഞ്ഞത് കൂലി കൊടുത്ത് റിക്രൂട്ട് ചെയ്ത ആളുകളാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എന്നെ പോലെയുള്ള ആളുകളല്ല അവിടെ പ്രശ്നം ഉണ്ടായത്. കൂലിക്കെടുത്തിട്ടുള്ള കുറേ മനുഷ്യരാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. ഞാനത് ആ ചോദ്യം തന്നെ ചോദിക്കാൻ കാരണം, ഇവിടെ ഇരിക്കുന്ന കൂടുതൽ ആളുകളും ബിന്ദു അമ്മിണി എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ശബരിമല എന്നുള്ളതേ കാണിക്കത്തുള്ളൂ. പക്ഷെ ചേച്ചി ഇങ്ങോട്ടേക്ക് ഒരുപാട് കാര്യങ്ങൾ, ചേച്ചിയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ചേച്ചി പറഞ്ഞ പോലെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 8ഓളം സ്കൂളുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം നമ്മൾ വാരിയും കെട്ടിയും പെറുക്കിയും കൂടും കുടുക്കി എടുത്ത് നടത്തുമെന്ന് വേണേൽ പറയാം. അങ്ങനെയുള്ളൊരു സ്ഥിതിയിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ട് വന്ന് ചേച്ചി തന്നെ അന്നത്തെ കാലത്ത് ഒരു സംഘടനയുടെ നേതാവാകുകയും അവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുകയും സ്ത്രീകളില്ലാത്തൊരു സ്ഥലത്ത് സ്ത്രീകളുടെ കാല് പതിപ്പിച്ചു. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ശബരിമല മാത്രമല്ല ഷീ പോയിന്റ് എന്നും പറഞ്ഞിട്ട് ഒരു സ്ഥാപനം തുടങ്ങുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ നമ്മൾ ഈ ശബരിമലയുടെ കാര്യത്തിൽ യോജിപ്പോട് കൂടി ഞാനൊരു വിയോജിപ്പ് പറയുകയാണ്. വേറൊന്നുമല്ല, ഈ വിധി വന്നപ്പം ഞാൻ നോക്കിക്കണ്ടതാണ്, സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവേശിച്ചു. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊത്തിക്കൊണ്ട് നിൽക്കുക. അപ്പം ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ്, എൻ്റെ തോട്ടാണ്, അല്ല ഇതിപ്പോൾ ശബരിമലയ്ക്ക് പോയിട്ട് എന്ത് കാര്യം? കാരണം നമ്മൾ വിദ്യാഭ്യാസമാണ് ഇനി വരുന്ന തലമുറയ്ക്ക് കൊടുക്കേണ്ടത്, മതമല്ല. വിദ്യാഭ്യാസം കൊണ്ട് ഡെവലപ്പായെങ്കിൽ മാത്രമേ ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ എന്നെ ഒരാൾക്കും അറിയില്ല. ഇപ്പം ഇവിടെ ഇരിക്കുന്ന 1-2 പേർക്ക് എന്നെ അറിയാം. ഞാൻ വരെ ഉണ്ടായത് എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ നിന്ന് കിർത്താട്സിന്ന് പോലും വിളിച്ചത്. അതെൻ്റെ എഡ്യൂക്കേഷൻ കണ്ടിട്ടാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ആ വിധിയെ പറഞ്ഞതല്ല, ആ ശബരിമല കയറേണ്ട സമയത്ത് എപ്പോൾ അത് നമ്മൾ വായിച്ചത് അല്ലെങ്കിൽ നമുക്കുള്ളൊരു അറിവ് വെച്ച് അത് അവിടുത്തെ ട്രൈബ്സിൻ്റെയാണ്. ആ ട്രൈബ്സിൻ്റെ അമ്പലം കയ്യേറിയതാണ്. നാളെ അവർക്ക് കിട്ടട്ടെ, അപ്പം നമുക്ക് പോകാം. ഞാൻ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇരുന്നത്. അപ്പോഴാണ് ചേച്ചീനെ കാണുന്നത്. അതാരടി ആ ആള്. അങ്ങനെയാണ് ഞാനിതിനെ നോക്കിക്കണ്ടത്. അതാണ് ഞാൻ പറഞ്ഞ യോജിപ്പോടെ ഞാൻ വിയോജിപ്പ് പറയുന്നു എന്ന് പറഞ്ഞത്. ഇപ്പം ഞാനിത് പറയാൻ കാരണം, ചേച്ചിയുടെ ഒരു ജീവിത പരിസരം ഞാൻ വായിച്ചപ്പം
തൻ്റേതായ ഇടം കണ്ടെത്തിയ തൻ്റേടിയാണ് ചേച്ചി. അതിൽ ഞാൻ പറഞ്ഞ ഷീ പോയിന്റിനെ കുറിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ ചേച്ചീനെ എപ്പോഴും ആളുകൾ പറയുന്നത് ഈ ഒരു എന്താ പറയുക ശബരിമല ആയിട്ടാണ്. ഈ ഷീ പോയിന്റിനെ കുറിച്ച് ഒന്ന് വ്യക്തമാക്കി പറയണം. കാരണം അത് വായിച്ചെടുത്തോളം എനിക്ക് തോന്നി ശബരിമല അങ്ങ് മാറി നിൽക്ക്, ഷീ പോയിന്റ് കയറി വരട്ടെ. ഒന്ന് പറ ചേച്ചി. ഷീ പോയിന്റ് കയറി വരുന്നതിന് മുന്നേ ഒരു ശബരിമലയായിട്ടൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. ശരിയാണ്, ഞാനും ഈ പറയുന്നത് പോലെ വ്യത്യസ്ത അഭിപ്രായങ്ങളെ അംഗീകരിക്കുന്ന ആളാണ്. ഞാനും ഒരു ശരിയല്ല, പല ശരികളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ ശരണ്യക്ക് ഈ പറയുന്ന 50 വയസ്സ് വരെയുള്ള സമയത്ത് ശബരിമലയിൽ പോകാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ശരണ്യനോട് പോകാൻ പറയില്ല. റെഡി ടു വെയിറ്റ് ആണെങ്കിൽ ഞാനതിനെ എതിർപ്പ് പറയില്ല. ഇനി മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇംപ്യൂർ ആണ് എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയും ഞാൻ എതിർക്കില്ല. അത് നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങളുടെ റൈറ്റ് ആണ്. ഓക്കെ, റെഡി ടു വെയിറ്റ് അല്ല ചേച്ചി ഞാൻ പറഞ്ഞത്. എനിക്ക് അങ്ങോട്ട് പോവാനേ താല്പര്യമില്ല. അതായത് മതമല്ല മനുഷ്യനെ വളർത്തുന്നത്. ഞാൻ എന്റെ ഉത്തരത്തിലേക്ക് വരാം. അപ്പോ ഞാൻ എതിർക്കുന്നില്ല മുസ്ലിം മതവിശ്വാസിയായ ആളുടെ മുസ്ലിം മതവിശ്വാസത്തെ ഞാൻ എതിർക്കുന്നില്ല. ഞാൻ കർഷക സമരത്തില് അവരുടെ കൂടെ നോമ്പ് തുറന്ന് അവരുടെ കൂടെ പെരുന്നാൾ ആഘോഷിച്ച ആളാണ്. വിവിധ സ്ഥലങ്ങളിൽ ഇപ്പൊ ക്രിസ്തീയ വിശ്വാസികൾ അവരുടെ ആഘോഷങ്ങളിൽ വിളിക്കുമ്പോൾ ഞാൻ അവരുടെ കൂടെ പോയി പങ്കെടുക്കാറുള്ള ആളാണ്. അവരുടെ പള്ളികളിൽ അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാറുള്ള ആളാണ്. ഹിന്ദു വീടുകളിലെ ആഘോഷങ്ങളിൽ മറ്റുള്ളവരുടെ ആഘോഷങ്ങളെ നമ്മൾ അല്ലെങ്കിൽ അവരുടെ മതവിശ്വാസങ്ങളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നതിനർത്ഥം നമ്മളുടെ വിശ്വാസത്തെ സപ്രസ് ചെയ്യുക എന്നുള്ളതല്ല. എനിക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള അവകാശമുള്ളപ്പോൾ തന്നെ എനിക്ക് എൻ്റെതായ നമുക്ക് ഇവിടെ അതുകൊണ്ടാണ് ആ ജഡ്ജ്മെന്റിൽ തന്നെ അയ്യപ്പ വിശ്വാസം എന്ന് പറയുന്നതിനെ ഒരു മതമായി കാണുന്നില്ല എന്നാണ് ആ ജഡ്ജ്മെന്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള മതങ്ങളും സംസ്കാരവും ഭാഷയും ഒക്കെ ഉള്ളൊരു രാജ്യമാണ്. ഈ രാജ്യത്ത് നമുക്ക് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളിൽ ജീവിക്കാൻ അധികാര അവകാശങ്ങളുണ്ട്. അത് മൗലിക അവകാശം. എനിക്ക് വേണമെങ്കിൽ നാളെ ഒരു ദൈവമാകാനും അവകാശമുണ്ട്. എനിക്ക് എൻ്റെതായിട്ടുള്ള മതം ഉണ്ടാക്കാനും അവകാശം. അത് റെസ്പെക്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, എനിക്ക് വിശ്വസിക്കാതിരിക്കാനോ എനിക്ക് ദൈവമാകാനോ ഉള്ള എൻ്റെ അവകാശത്തെ ഞാൻ നിങ്ങളുടെ അവകാശത്തെ റെസ്പെക്ട് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ എൻ്റെ അവകാശത്തെയും നിങ്ങൾ റെസ്പെക്ട് ചെയ്യേണ്ടതാണ്. അതാണ് അവിടെ. അതായത് പോകാതിരിക്കുന്ന ആളുകൾ പോകാതെ ഇരുന്നോട്ടെ, ആരും ഒന്നും പറയുന്നില്ല. പോകാനുള്ള അവകാശം നമ്മളുടെ മൗലിക അവകാശത്തിൽ, നമ്മുടെ യാത്ര, നമ്മുടെ വിശ്വാസം, ഇതെല്ലാം നമ്മുടെ മൗലിക അവകാശത്തിൽ പെട്ടതാണ് എന്നുള്ളതാണ് ഇതിനകത്ത്. ഇവിടെ നിന്ന് നമുക്ക് ഷീ പോയിന്റിലേക്ക് വരാം. ഷീ പോയിന്റ് എന്ന് പറയുന്നത് 2021 നവംബർ 26 എനിക്ക് ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനായ ഷട്ടിൽവർത്ത് ഫൗണ്ടേഷൻ ഒരു $5000 എനിക്ക് ഗ്രാൻഡ് ആയിട്ട് തന്നു. അതെനിക്ക് ആ തന്ന ഗ്രാൻഡ് എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല, എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ള ഇതിലാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു ഗ്രാൻഡ് എൻ്റെ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കാൻ എനിക്ക് അത് വേണ്ട എന്നുള്ളതായിരുന്നു എൻ്റെ തീരുമാനം. ഞാൻ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ആളാണ്, എന്നാലും ഞാൻ അങ്ങനെയാണ് ഷീ പോയിന്റിന് വേണ്ടിയിട്ട് അതിന് മുന്നേ തന്നെ ഷീ പോയിന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാൻ ഗാസിപ്പൂർ ബോർഡറിൽ, ഡൽഹി ബോർഡറിൽ അവിടെ കർഷക സമരത്തിൽ 1 വർഷക്കാലത്തോളം ഒരു ചെറിയ പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത് ടെമ്പററി ആണ്. ഓക്കെ, 1 വർഷക്കാലത്തോളം അവിടെ ഏറ്റവും അവസാനം പൊളിച്ച ടെൻ്റ് എന്ന് പറയുന്നത് ഷീ പോയിൻ്റാണ്. അത്രയും കാലം ആ സമരം നിലനിന്നിരുന്ന അത്രയും കാലം സമരം തീർന്ന് ലാസ്റ്റ് 2-3 ദിവസം കഴിഞ്ഞ് ഏറ്റവും അവസാനം പൊളിക്കുന്ന ഷീ പോയിൻ്റാണ്. അപ്പോൾ നമുക്കവിടെ എല്ലായിടങ്ങളിലും പുരുഷന്മാർക്ക് മാത്രം ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, സ്ത്രീകൾക്ക് അവിടെ സ്പേസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് വന്നിരിക്കുക, മെഡിക്കൽ ഫെസിലിറ്റി, അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ആളുകൾ മരുന്നൊക്കെ കൊണ്ടുതരും. നമുക്കത് ചെയ്യാൻ പാടില്ല, ശരിക്കും പറഞ്ഞാൽ കേരളത്തിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ അവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര കഷ്ടം തോന്നും. അവിടെ ഈ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഒരു കോഴ്സിന് പകരം ഒരു നേരത്തെ മാത്രം മുറിച്ച് കൊടുക്കുക. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ കുറച്ച് ആയുർവേദം ഇവിടെ നിന്നുള്ള ചില കോളേജുകൾ, അതേപോലെ ഓൺലൈനായിട്ട് ഒരു ഡോക്ടർ നിസാമുദ്ദീൻ, അത് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്, അതുപോലെ തന്നെ ആതിര ആയുർവേദം, അങ്ങനെ കുറേ ഡോക്ടേഴ്സൊക്കെ ഓൺലൈൻ കൺസൾട്ടൻസി ഒക്കെ കൊടുത്ത് നമ്മളിവിടെ കുറേ ആളുകൾക്ക് നമ്മൾ കുറേ തരത്തിലുള്ള ഹെൽപ്പ് ആ സമയത്ത് നമ്മൾ ചെയ്തു കൊടുത്തു. പിന്നെ വലിയ ഇതൊക്കെയുള്ള ആളുകളെ നമ്മൾ റെഫർ ചെയ്ത് വേറെ സ്ഥലത്തേക്ക് വിട്ടു. അപ്പോൾ ആ രീതിയിൽ പിന്നെ അവർക്ക് സ്ത്രീകൾക്ക് വന്നിരിക്കുക, പാട്ട് പാടുക, അങ്ങനെയുള്ള ഒരു കൾച്ചറൽ ഒരു സ്പേസ് പോലെയൊക്കെ കുറേ കാലം പല സ്റ്റേറ്റുകൾ. അപ്പോൾ ഞാനത് പല സ്റ്റേറ്റുകളിൽ നിന്ന്, ആസാമെന്ന്,
ഉള്ള കുട്ടികളെ, ബംഗാളിൽ നിന്നുള്ള ആളുകളെ, UP, മധ്യപ്രദേശ്, അങ്ങനെ പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ എനിക്കിവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ 15 ദിവസം ഞാനിവിടെ കോളേജിൽ വർക്ക് ചെയ്യും, ബാക്കി 15 ദിവസം അവിടെ പോവും. ആ മാസത്തെ സാലറി എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ പോവുക. അപ്പോൾ ബാക്കിയുള്ള 15 ദിവസം ഞാൻ ഉണ്ടാക്കിയ ആ ടീം അവിടെ മാനേജ് ചെയ്യും. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരുപാട് പേര് സഹായിച്ചു. ആ സമയത്ത് അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കുറേ പേര് നമുക്ക് തരികയുണ്ടായി. പിന്നെ അവിടെ തന്നെ വന്നിട്ട് അവിടെയുള്ള ആളുകൾ തരികയുണ്ടായി. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ വലിയ നല്ല രീതിയിൽ. അതിനുശേഷമാണ് 2021 നമ്മൾ ഇവിടെ വയനാട് ഒരു ചെറിയൊരു സ്പേസ്, അതിപ്പോഴും കംപ്ലീറ്റ്ലി പെയ്ഡ് അല്ല, 10 ലക്ഷം രൂപയാണ് കൊടുക്കേണ്ടിയിരുന്നത്. അത് നമ്മൾ 3 ലക്ഷം രൂപ കൊടുത്തു. ബാക്കി ഒരു 3 ലക്ഷം രൂപയുടെ കൺസ്ട്രക്ഷൻ നടത്തി. അങ്ങനെ അത് കിട്ടിയ കാശ് ഏതാണ്ട് 4 ലക്ഷത്തി ചോടെ ഉണ്ടായിരുന്നുള്ളൂ, ഗ്രാൻഡ് 3.25 എന്തേ ഉള്ളൂ. അപ്പോൾ ഒരു 6 ലക്ഷം രൂപയുടെ ഒരു ചെറിയ ഒരു കാര്യങ്ങൾ. പക്ഷേ ഇത് ബാക്കി കംപ്ലീറ്റ് ക്യാഷ് കൊടുക്കാതെ അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അതിനുള്ളിൽ നമ്മൾ ഏകദേശം ഒരു 2000 ബുക്കിൻ്റെ ഒരു ലൈബ്രറി ഉണ്ട്, ഒരു ഷോർട്ട് സ്റ്റേ ഫെസിലിറ്റി ഉണ്ട്. നമ്മുടെ വീട്, നമ്മുടെ ഇടം എന്നുള്ളതാണ്. ചെറുതാണ്, ചെറിയ ബിൽഡിംഗ് ആണ്. ഒരു 3 റൂം, ഒരു കിച്ചൺ, പിന്നെ അഡീഷണൽ ആയിട്ട് പിന്നെ വാഷ്റൂമൊക്കെ കുറച്ച് അകത്ത് കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ഒരു ചെറിയൊരു സ്പേസ്. ഞാൻ എല്ലാവരോടും പറയുന്നത് അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ചാരിറ്റി അല്ല. നമുക്കിപ്പം ഭയങ്കര ബെഡ് റിഡൻ ആയുള്ള ഒരാളെ ഇവിടെ കൊണ്ട് നിർത്താനുള്ള ഒരു സൗകര്യം നമുക്കില്ല, അതിനുള്ളൊരു ഫെസിലിറ്റി ഇല്ല. അപ്പം നമ്മൾ പറയുന്നത് ഇപ്പം പല ആളുകളും നമുക്ക് പോകാൻ ഇടമില്ല, നമുക്ക് കീറിപ്പോകാൻ ഇടമില്ലാതെ മരണത്തിലേക്ക് നടന്നു പോകുന്ന മനുഷ്യരുണ്ട്. അപ്പം നിങ്ങളുടെയാണത്, നമ്മുടെ വീടാണ്, നമ്മുടെ ഓരോരുത്തരുടെയുമാണ്. നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത വീട്ടിലാണ് കീ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ കയറി, നിങ്ങൾക്ക് അവിടെ താമസിച്ച് സ്വന്തം വീട് പോലെ തന്നെ എല്ലാം നീറ്റ്. സ്വന്തം വീട് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നോ അതുപോലെ തന്നെ നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ താമസിച്ച് സ്വസ്ഥമായി പോകാം എന്ന് പറയുന്ന. എന്ന് കരുതിയിട്ട് 365 ദിവസം അവിടെ ആളുണ്ടോ എന്ന് ചോദിച്ചാൽ ആളില്ല. കുറച്ച് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അങ്ങനെ ഒരു സ്പേസ് അവിടെയുണ്ട്. നമ്മൾ സ്ത്രീകൾക്ക് മുമ്പിൽ അങ്ങനെ ഒരു സ്പേസ് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ വന്ന് നിങ്ങളുടെ വീട്, നിങ്ങളുടെ അടഞ്ഞു കിടക്കുന്ന വീട് തുറന്ന് നിങ്ങൾക്ക് അവിടെ താമസിച്ച് നിങ്ങൾക്ക് അവിടെ നിന്ന് എഴുതി, നിങ്ങൾക്ക് അവിടെ വന്ന് എഴുതി 2 പേര്, സതി അങ്കമാലി, ഒരു ശോഭ, 2 പേര് 2 ബുക്ക് ചെയ്തു അവിടെ ഇരുന്നിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്പേസ് ആണ്. നിങ്ങൾക്ക് അവിടെ ഗ്യാസ് ഉണ്ട്, ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനവും ഉണ്ട്. തൊട്ടടുത്ത് തന്നെ 25 രൂപയ്ക്ക് ചോറ് കിട്ടുന്ന ട്രൈബായിട്ടുള്ള ആളുകളുടെ തന്നെ കിച്ചണുണ്ട്. അപ്പോൾ മിനിമം ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നാട്ടുകാർ, അതൊരു മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയ ആണ്. ഞാനത് തുടങ്ങിയ സമയത്ത് തന്നെ BJP-ക്കാർ വന്ന് അവിടെ ക്യാമ്പയിൻ ചെയ്തു അവരെ ഒറ്റപ്പെടുത്തണമെന്ന്. അപ്പോൾ ഞാനത് വിട്ട്, ഞാനത് ഫേസ്ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ അവിടെ ഇല്ലാത്ത BJP-യുടെ യൂണിറ്റ് അവിടെ ഉണ്ടാവും എന്നുള്ളത് ഞാനത് ഫോളോ അപ്പ് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ അത് അവരുടെ പദ്ധതി ഞാൻ പൊളിച്ച്. പക്ഷേ നാട്ടുകാരെല്ലാം വളരെ വലിയ രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓണറായിട്ടുള്ള ആൾ പറയും അവരവിടുത്തെ ഏറ്റവും വലിയ കല്ലങ്കോടൻ എന്ന് പറയുന്ന വലിയ ഫാമിലിയാണ്. അപ്പോൾ ഈ കല്ലങ്കോടൻ ഫാമിലിയിലെ ആ ഫാമിലി അവിടെ ഭയങ്കരമായിട്ട് അറിയപ്പെടുന്ന ഒരു ഫാമിലി. അപ്പോൾ അവിടുത്തെ എനിക്കിത് തന്നിട്ടുള്ള ആൾ നൂർജഹാൻ എന്ന് പറയുന്ന മാമാണ്. അപ്പോൾ മാം പറയും, ഇപ്പം എന്നെ അറിയപ്പെടുന്നത് ബിന്ദു അമ്മണിയുടെ കെയർ ഓഫിലാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ ആ നാട്ടിലെ ആളുകൾ നമ്മളെ വലിയ രീതിയിൽ അംഗീകരിച്ചു, അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകളോട്, ചെറുപ്പക്കാരോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ വന്നിട്ട് അതിൻ്റെ സഹായം ചെയ്തു തരും. എല്ലാം അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ വേറൊരു കാര്യമുണ്ട്. 1000 പേരുള്ള ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെ എന്നെ എതിർക്കുന്ന 50 പേരേ ഉള്ളൂ. ബാക്കി 980 പേരും എന്നെ എതിർക്കുന്നവരല്ല. അതിൽ കുറച്ച് പേര്, മേജോറിറ്റി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും കുറച്ച് പേര് ന്യൂട്രൽ ആയിട്ടുള്ള ആളുകളും. പക്ഷേ ഈ 950 പേരിൽ 5 പേരാണ്, അല്ലെങ്കിൽ ഒരാൾ പോലും മിണ്ടില്ല, ഓപ്പണായി വരില്ല. നമ്മളോട് വന്ന് പറയും, അയ്യോ നിങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നു, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, പക്ഷെ നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ആ 950 പേരിൽ 5 പേരായിരിക്കും ഓപ്പൺ ആയിട്ട് വന്ന് എന്നോട് സംസാരിക്കുന്നത്. പക്ഷേ ബാക്കി നിൽക്കുന്ന ഈ 50 പേര് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമ്മളെ എതിർക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഈ 950 പേരെയും റെപ്രസെന്റ് ചെയ്യുന്നവരായി, 5 പേരൊഴികെ ബാക്കിയുള്ളവരെ മുഴുവൻ റെപ്രസെന്റ് ചെയ്യുന്നവരായി ഈ 50 പേർക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേരളത്തിൽ എനിക്ക് നേരിട്ടിട്ടുള്ള ഒരനുഭവം. ചേച്ചിയോട് എനിക്ക് പേഴ്സണലി ഞാൻ പറഞ്ഞല്ലോ, ചേച്ചിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ഞാൻ ചേച്ചിനെ കുറിച്ച് നോക്കി വെച്ചിരുന്നു. അപ്പോൾ അതിലെനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആരോരുമില്ലാത്ത സ്ത്രീകൾ അല്ലെങ്കിൽ സ്ത്രീകൾ ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് പോവാൻ ഇടവില്ലെന്ന് പറയുന്നവരാണ് എല്ലാവരും. അതെ, വീട്ടിൽ ചെന്നാൽ കുത്തുവാക്ക്. നമ്മൾ ഏറ്റവും അടുത്ത് കണ്ടത് ഏറ്റുമാനൂരിലെ അമ്മയും മക്കളുടെയും മരണമാണ്. അതായത് പോകാൻ ഇടവില്ല. നമുക്ക് ഭക്ഷണം ഒക്കെ നമുക്ക് ഒരു നേരം കൊണ്ട് ചുരുക്കിയിട്ട് നിൽക്കാൻ പറ്റും, പക്ഷെ അന്തസ്സിന് മുറിവേൽക്കുക, ക്ഷതമേൽക്കുക എന്നൊക്കെ പറയുന്നത് പിന്നെ നമുക്ക് വേറൊന്നിനും മരുന്നില്ലാത്ത പോലെയാണ് ഇവിടെ സൃഷ്ടിച്ച് വെക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഷീ പോയിന്റ് കുറച്ചുകൂടെ രജിസ്റ്റർ ആക്കണമെന്ന് തോന്നിയത്. അതുപോലെ തന്നെ ചേച്ചി ആദ്യമേ പറഞ്ഞു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 8 സ്കൂളിൽ ചേർന്നെന്ന്. ഞാൻ ഈ അടുത്തിടെ
32ാമത്തെ വയസ്സിൽ ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ട് 32ാമത്തെ വയസ്സിൽ 32ാമത്തെ വീട്ടിൽ ജീവിക്കുന്ന ആളാണെന്ന് ഞാൻ. അതായത് വീടിൻ്റെ അതായത് സുരക്ഷിതത്വമാണ് വീടെന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് വലിയ സ്പേസും വലിയ കാര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ച് വെറുതെ ചെന്ന് കിടക്കാൻ പറ്റുന്നൊരു സ്പേസ് ആവണം അത്. അതായത് നമ്മളെ ശല്യം ചെയ്യാണ്ട് ബാഹ്യത്തിൽ എന്ത് പുറത്ത് സംഭവിച്ചാലും നമുക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ഇടമായിരിക്കണം. അതുകൊണ്ടാണ് ചേച്ചിയുടെ സമരങ്ങളിലോ ഇപ്പം ചേച്ചി കർഷക സമരത്തിൽ പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചേച്ചി കേരളത്തിൽ നിരന്തരം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം പെപ്പർ സ്പ്രേ വരെ വന്നപ്പോൾ അതിൽ പോലും ചേച്ചിയുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ സമയത്തും പറയുന്നുണ്ട് ഇവർ കൂടെ നിന്ന വനിതാ പോലീസ് ചെയ്തത് ശരിയല്ല എന്ന് പറയുമ്പോൾ പോലും ഒരു വിഭാഗം സമൂഹം നിനക്ക് കിട്ടേണ്ടതാ ബിന്ദു എന്നൊരു ആറ്റിറ്റ്യൂഡിലുണ്ട്. പക്ഷെ എന്നിട്ടും മനുഷ്യരോട് കാണിക്കുന്ന ഈ ഒരു അതായത് സഹജീവികളോട് കാണിക്കുന്ന ഒരു കരുണയുണ്ടല്ലോ, അതെനിക്ക് അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. അതുവേണ്ടി മാത്രമാണ് ഞാൻ ശബരിമലയിലെ കുറിച്ച് ആദ്യമേ ചോദിച്ചത്. വേറെ ഒന്നും എനിക്ക് സെക്ഷനകത്ത് പറയാനില്ല. നമ്മുടെ സമയം ഏകദേശം തീർന്നു. പബ്ലിക്കിന് എന്തെങ്കിലും ചോദിക്കാനുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങളോട് നമ്മൾ ഷീ പോയിന്റിന്റെ ഒരു ചെറിയ കോച്ചിങ് LLB, ഞാൻ ലോ ആണ് എനിക്ക് കൂടുതലായിട്ട് അറിയാവുന്നത്. അതുകൊണ്ട് നമ്മൾ LLBയുടെ കോച്ചിങ് PSCയുടെ കോച്ചിങ് ഒക്കെ ചെറുതായിട്ട് ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് വിവിധ കോളേജുകളിൽ നമ്മുടെ ഈ ഇതിലൂടെ ഉള്ള കുട്ടികളെ പഠിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഫ്രീ ആയിട്ട് ലീഗലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പലപ്പോഴും നമുക്ക് ഇഷ്ടം പോലെ ചിലതൊക്കെ ഞാൻ എൻ്റെ പ്രൊഫഷനാണ്, നമുക്ക് പൈസ ഇല്ലാതെ ജീവിക്കാനാവില്ല. അപ്പോൾ അതിനെ നമ്മൾ വലിയ രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നാലും ഡിസേർവിങ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് എല്ലാ ദിവസവും തന്നെ ലീഗൽ എയ്ഡ് കൊടുക്കാറുണ്ട്. പിന്നെ ചില ആളുകൾക്കൊരു ധാരണയുണ്ട്, നമ്മൾ കയ്യിൽ കാശ് നിറയുള്ള ആളുകൾ നമ്മൾ ഫ്രീ ആയി കൊടുക്കാൻ ബാധ്യതയുള്ളവരാണെന്നുള്ള രീതിയിൽ അത് നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അത് ഒരു ഗതിയില്ലാത്ത മനുഷ്യരുണ്ട്, ഇതിൻ്റെ നിയമത്തെക്കുറിച്ച് അറിയില്ല. അപ്പോൾ തുടക്കം മുതൽ തന്നെ അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിലാണ് നമ്മുടെ സപ്പോർട്ട് വേണ്ടത്. ഇനിഷ്യൽ സ്റ്റേജിൽ മുതൽ നമ്മൾ വേണ്ട സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കോളേജുകളുടെ പല കാര്യങ്ങളും നിരന്തരമായിട്ട് ഓരോ കാര്യങ്ങളും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇതിനകത്തൊക്കെ വേണ്ട സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ, ഞാനെന്ന വ്യക്തി ഇവിടെ ഇരിക്കുന്നതിന് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ഞാൻ SC ഡിപ്പാർട്ട്മെൻറ്റിനോട് തന്നെയാണ്. ഞാൻ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലാണ് ഏകദേശം 5, 6, 7 വർഷത്തോളം പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലാണ് തിരുവനന്തപുരത്തും. അതിൽ തന്നെ ഒരു 4 വർഷത്തോളം ഞാൻ ഹോസ്റ്റൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ എൻ്റെ മോളെ പ്രസവിക്കുന്ന സമയത്ത് എനിക്ക് സ്പെഷ്യൽ പെർമിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറേറ്റിൽ നിന്ന് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ആ പ്രസവത്തിൻ്റെ അന്ന് വരെ ഞാൻ അവിടെ വന്നിട്ടാണ് അവിടെ നിന്നുള്ള സാധനങ്ങൾ എടുത്തു പോവുകയും പ്രസവത്തിന് ശേഷം അവിടെ വന്ന് അവിടുത്തെ സാധനങ്ങൾ വാങ്ങി കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരവസ്ഥയുണ്ട്. അതുപോലെ അതിനുശേഷം ഞാൻ മോളെയും കൊണ്ട് മോൾക്ക് 5 വയസ്സാകുന്ന സമയത്ത് അവൾക്ക് എപ്പോഴും അറിയില്ല, അവളെ അവിടെ അതൊരു YWCയുടെ ഒരു ഓർഫനേജ് പോലുള്ള ഒരു സ്ഥാപനമാണ്. അവളിപ്പോഴും വിചാരിക്കുന്നത് അത് ഹോസ്റ്റലാണ്, അതൊരു ഓർഫനേജാണ്. അവിടെ നിൽക്കുന്ന സമയത്ത് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടാണ് അന്ന് കെ മുരളീധരൻ, എൻ്റെ ജീവിതത്തിൽ തള്ളിക്കളയാൻ പറ്റാത്തൊരു പേരാണ് കെ മുരളീധരൻ്റേത്. അദ്ദേഹം അന്ന് രക്ഷാധികാരിയാണ് ഹോസ്റ്റലിൻ്റെ. സ്പെഷ്യൽ പെർമിഷൻ തന്നിട്ട് മോളെ അവിടെ നിർത്താൻ അനുമതി തരികയും അതുപോലെ തന്നെ നമുക്ക് ജീവിക്കാൻ വരെ കാശില്ല. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കി, ആദ്യം കൈകൊണ്ടൊക്കെ ഉണ്ടാക്കി തുടങ്ങി, ഓരോന്നോരോന്ന് വിറ്റിട്ട് ക്ലാസ്സിലുള്ള കുട്ടികൾക്കും ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കും ഒക്കെ വിൽക്കും. രാത്രി 12 മണി വരെ ഇതൊക്കെ ഉണ്ടാക്കി വിറ്റിട്ടാണ് പിന്നെ പഠിക്കുക. അപ്പോൾ ആ സമയത്ത് അങ്ങനെ എനിക്ക് അതിൻ്റെ കാർഡ് കിട്ടി. ഇതിൻ്റെ ഒരു ഓഫീസ് തിരുവനന്തപുരത്തുണ്ട്, ഹാൻഡിക്രാഫ്റ്റിൻ്റെ. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റോൾസ് ഒക്കെ കിട്ടും. അങ്ങനെ എക്സിബിഷൻസ് ഒക്കെ നടത്തി കഴിഞ്ഞിട്ട് ഹോസ്റ്റൽ 6 മണിക്ക് കയറണം. പക്ഷേ എനിക്ക് മാത്രം രാത്രി 10 മണിക്ക് വന്ന് കയറാനുള്ള പെർമിഷൻ തരികയും അങ്ങനെ ഒരു സ്പെഷ്യൽ പെർമിഷനൊക്കെ തന്നെ. ഒരിക്കലും ഒരാൾ പ്രസവത്തിന് ശേഷം ഹോസ്റ്റലിൽ വന്നിട്ട് താമസിക്കാനോ അവിടുന്ന് ഫുഡ് എടുക്കാനോ ഒന്നും നോർമലി സമ്മതിക്കാറില്ല. പക്ഷെ അതിൻ്റെ അങ്ങനെയുള്ളൊരു സപ്പോർട്ട് എനിക്ക് SC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെ, ചേച്ചിയുടെ ലൈഫിലെ ഇപ്പോൾ എല്ലാവരും പണം സമ്പാദിക്കാൻ പോകുമ്പം സമ്പാദിച്ച പണത്തിൽ നിന്ന് കൂടെ നിൽക്കുന്നവരെയും കൂടെ, അതായത് ഇത്രയും കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടാണ് നമ്മളൊക്കെയും. ചേച്ചി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആദ്യം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാ, തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് നമുക്ക് നമ്മുടെ വേദനയായിട്ട് ഫീൽ ചെയ്യും. അപ്പം തന്നെ നമുക്ക് നമ്മുടെ കയ്യിലില്ലെങ്കിൽ പോലും എന്തെങ്കിലും കാണിച്ച് നമുക്ക് കൊടുക്കാൻ അത്രയും പറ്റില്ലെങ്കിൽ 1 രൂപ അല്ലെങ്കിൽ ഒരു ചായ അത് ചെയ്യാൻ പറ്റും. ഭയങ്കര ഇമോഷനാണ്. ഞാൻ ഇമോഷണൽ ആവുന്ന ഒരാളാണ് ചേച്ചി. അല്ല, ഞാൻ വന്നിട്ട് FBയിലൊക്കെ വന്നിട്ട് പല ഫ്രണ്ട്സ് വന്നിട്ട് ഭയങ്കര ദയനീയമായ സാഹചര്യത്തിൽ നമ്മുടെ കാശ് വയ്ക്കും. അവർക്ക് ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടല്ല. അപ്പം ഞാൻ ചിലരോട് പറയും, അയ്യോ ദയവായിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കരുത്, ഇപ്പം എൻ്റെ കയ്യിൽ എനിക്ക് തരാൻ പറ്റില്ല, എനിക്ക് കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അങ്ങനെ നമ്മളെക്കാട്ടി ദുരിതത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന. അപ്പം ഞാൻ പോയിട്ട് ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും
ചിന്തിക്കാതെ ചെയ്യുന്ന കുറച്ച് മനുഷ്യരുണ്ട്. പക്ഷെ എല്ലായ്പ്പോഴും അവർക്ക് കഴിഞ്ഞു എന്ന് വരില്ല. എന്നാലും ഞാനെന്ന വ്യക്തി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ശരണ്യെ പോലെ ഒരുപാട് പേരുണ്ട്. ഓക്കെ, സെമീന, അങ്ങനെ കുറേ മനുഷ്യർ. ഇപ്പോൾ ഇന്ദു, നമ്മൾ പറഞ്ഞ അപ്പത്തിന് അരമണിക്കൂറിൽ ഇവിടെ നേപ്പാളിൽ നിന്നുള്ളൊരു കുട്ടി ഇവിടെ മെഡിക്കൽ കോളേജിൽ റേപ്പ് ചെയ്തിട്ട് അവർക്ക് ഒരു തരത്തിലും അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കാശില്ല, ലാംഗ്വേജ് അറിയില്ല. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞൊരു അരമണിക്കൂർ കൊണ്ട് തന്നെ 15,000 രൂപയോളം എല്ലാവരും കൂടി എൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇട്ട് തരുന്നത്. ആ ഒരു ഞാൻ ഷീ പോയിന്റിന് വേറെ അക്കൗണ്ട് ഉണ്ട്. പല സമയങ്ങളിലും എൻ്റെ സ്വന്തം പേഴ്സണൽ അക്കൗണ്ടിലേക്ക് അവർ അത് കൊടുക്കുന്നവർക്ക് വിശ്വാസമാണ്. ഞാൻ ഒരിക്കലും എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നൊരു കാശെന്ന് 1 രൂപ എക്സ്ട്രാ ഇടുക എന്നല്ലാണ്ട് അതിന് 1 രൂപ പോലും എടുക്കില്ല എന്നുള്ള അറിയാവുന്നത് കൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ നമ്മളെ ആ രീതിയിലൊരു സപ്പോർട്ടിങ് സിസ്റ്റം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലായ്പ്പോഴും നമുക്ക് എല്ലാവർക്കും ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. എന്നാലും നമുക്ക് ചെറിയ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ മനുഷ്യരുടെ, നമ്മളെ അറിയുന്ന കുറേ മനുഷ്യരുടെ ആ ഒരു സപ്പോർട്ടിങ് സിസ്റ്റത്തിൽ കൂടെയാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. എനിക്ക് കിട്ടുന്ന എനിക്ക് തന്നെ ഒരു 40%, എനിക്ക് അങ്ങനെ കാര്യമായി വലിയ ഇൻകൊന്നുമില്ല, എന്നാലും ഒരു 40%ഓളം ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് പേഴ്സണലി എന്നെ സഹായിക്കുന്ന ആളുകളുണ്ട്. അതാ ഇവിടെ സൂര്യയൊക്കെ ഇരിക്കുന്നുണ്ട്, സൂര്യക്കൊക്കെ അറിയാം. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ അങ്ങനെ നിരന്തരം ഇതല്ലാണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പല മനുഷ്യർക്കും നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതിനകത്തൊരു ട്രാൻസ്പെറൻസി, അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവർ ചെയ്യുന്നത് തെറ്റായിരിക്കില്ല. ഇപ്പം ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോസ്റ്റ് വിശ്വസിച്ചിട്ട് ആളുകൾ അത് വിശ്വാസത്തിലെടുക്കുന്ന അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ബാധ്യതയുണ്ട്. ഈ എൻ്റെ ക്രെഡിബിലിറ്റി സൂക്ഷിക്കുക എന്നുള്ള പറയുന്ന ഒരു ഉത്തരവാദിത്തം എൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ഇനിയും നമ്മളിപ്പോൾ ഞാൻ അവിടെ ദളിത് ടൈംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കുറച്ച് ആർട്ടിക്കിൾസ്, അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ട്രൈബലൊക്കെ ഏരിയയിലുള്ള റൈറ്റേഴ്സിനെ രേഖപ്പെടുത്തുക. അപ്പോൾ കുറച്ച് പേരുടെയൊക്കെ ആർട്ടിക്കിൾസ് എഴുതി, അതേപോലെ അവരുടെ കുറച്ച് ആളുകളുടെ ബയോ രേഖപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെറുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലീഗൽ എയ്ഡ് ഉണ്ട്. നമുക്കിപ്പോൾ സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് കരുതിയിട്ട് എല്ലാ ആളുകൾക്കും ലീഗൽ എയ്ഡ് വേണം. നമ്മളുടെ അടുത്ത് നിന്ന് വന്നിട്ട് എയ്ഡ് എടുക്കും, പക്ഷേ കേസ് കൊണ്ട് കൊടുക്കുമ്പോൾ അവർ അധികവും നമ്മളുടെ അടുത്തായിരിക്കില്ല വരിക. അപ്പോൾ അവസാനം എല്ലാം ഫുൾ വർക്ക് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഫീസ് വേറെ ആൾക്കും പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളിൽ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഫ്രീ ലീഗലയുടെ ഒരു ഭാഗത്തോടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ചില ആളുകളോട് ഫീസ് വാങ്ങാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ കൊല്ലത്തു നിന്നുള്ള ഒരു കേസിലൊരു കുട്ടി അവിടെ വന്നിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മുഴുവൻ മോഷണം പോയി. ആ കേസിൽ അവിടെ ഞാൻ ചേച്ചിക്ക് വേണ്ടി കൊല്ലത്തിൽ വന്ന ഒരാളെ കൊല്ലണോ, ഞാൻ കൊന്നു തരാം. ഞാൻ പറഞ്ഞു, വേണ്ട മോനെ, നീ വീട്ടിലെത്തിയിട്ട് 2,000 രൂപ ഫീസ് എനിക്ക് തന്നാൽ മതി. അപ്പോൾ ഫീസ് തരാൻ അവർ തയ്യാറല്ല, വേണേൽ കൊല്ലാൻ തയ്യാറായ കുറേ മനുഷ്യർ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആളുകളെയൊന്നും വേണ്ട. നമുക്ക് മിനിമം സർവൈവൽ എന്ന് പറയുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് സാമൂഹ്യ പ്രവർത്തനം നടത്തണമെങ്കിലും സർവൈവൽ വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്, ആ ഫിനാൻഷ്യൽ സർവൈവൽ എന്ന് പറയുന്ന അതുകൂടെ ഫേസ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. എനിക്ക് അതുകൊണ്ട് ഞാനിപ്പോൾ ഇപ്പോൾ എവിടെ ചെന്നാലും അത് പറയാതിരിക്കാൻ പറ്റില്ല. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ചെന്ന പാടെ തന്നെ ജോലി കിട്ടി. ഗസ്റ്റ് ഫാക്കൽറ്റിയാണ്, 1 വർഷത്തേക്കാണ്. അപ്പം ഞാൻ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിനോട് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ട്, അവിടെ പോയി പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ വെറുതെ എല്ലാം കിട്ടി, പിറ്റേ ദിവസം അപ്പോയിൻമെൻറ്റ് ഓർഡറും കൈ കിട്ടി പോവാണ്. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, സാർ ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. സാർ വേഗം തന്നെ എല്ലാ പ്രിൻറ്റും എടുത്തിട്ട് ഡീനും കൊണ്ട് കൊടുത്തു, സോഷ്യൽ മീഡിയ പ്രൊഫൈൽ. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ വേക്കൻസി ഇല്ല. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന എല്ലാ സ്ഥലത്തും, ഇപ്പോൾ അയില്ലയിൽ അവിടെയും അങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് വന്നത് ഇങ്ങനെയുള്ള ആളുകളെ ഇവിടെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഓരോ ഹംദർദിൽ അപ്പോൾ ഞാൻ വിളിച്ചു, ഇവിടെ ശബരിമല ഒന്നും പറയരുത്. അപ്പം ഞാൻ ബിന്ദുയേ അമ്മണിയെന്ന് പറഞ്ഞു, ബിന്ദുയേ. അപ്പോൾ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നത്, അല്ല നിങ്ങളല്ലേ ശബരിമല? അപ്പോൾ എവിടെ ചെന്നാലും ശബരിമല ഞാൻ വളരെ നിയമപരമായ ഒരു കാര്യമാണ് ചെയ്തത്. ഓക്കെ, നമ്മുടെ അവകാശം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു അവകാശമാണ്. എന്നിട്ട് നമ്മൾ ശബരിമലയുടെ പേരിൽ എല്ലായിടത്തും തിരസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം അവിടെ ദാം എന്ന് പറയുന്ന ഒരു മലയാളി അസോസിയേഷൻ എന്നെ ആദരിച്ചു. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് March 8 കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ, പാവം ആദരവ് നൽകി എൻ്റെ നേതാവിനെ എല്ലാവരും കൂടെ വന്നിട്ട് കാല് വെട്ടെന്ന് പറഞ്ഞിട്ട് മാപ്പ് പറയിപ്പിക്കുന്ന ഒരു വീഡിയോ. അല്ല ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. അവിടെ 10,000 ആളുകൾ താമസിക്കുന്ന സ്ഥലത്താണെങ്കിൽ 40 പേര്. പക്ഷെ ആ 40 പേര് ചെറിയ ആ മൈനോറിറ്റിക്ക് മെജോറിറ്റി ആകാൻ കഴിയുന്നു എന്നുള്ളതാണ്. പിന്നെ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ അവിടെ ഹിന്ദു സർക്കിളിലല്ല ഞാൻ ഭയങ്കര അക്സെപ്റ്റഡ് ആണ്. അവിടെ സന്യാസിമാരും ആളുകൾക്ക് നമ്മുടെ ആളാണ്, അമ്പലത്തിൽ കയറിയ ആളാണ്, അവർ നമ്മുടെ ആളാണ്, നമ്മുടെ മതത്തിൽ തുല്യതയുണ്ട്. അപ്പം അങ്ങനെ മലയാളികളായ ആളുകളിൽ നിന്ന് മാത്രമേ എനിക്ക് ഈ പ്രശ്നങ്ങളുള്ളൂ, തിരസ്കാരമുള്ളൂ, എന്നെക്കുറിച്ച് ഡിഫെയിം ചെയ്യുന്ന തരത്തിൽ പറയുന്നുള്ളൂ. ഹിന്ദി ബെൽറ്റിലൊന്നും എനിക്ക് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങൾ വിശ്വാസം അമ്പലത്തിലേക്ക് എല്ലാം പോകണ്ടേ എന്ന് പറയേണ്ടവരോട് ശരിയാണ്. ഇവിടെ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് നമുക്കറിയാം. അന്ന് ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്ന് പറയുന്ന വിശ്വാസികളായ ആളുകളൊന്നുമല്ല ആ സമരത്തിന് മുമ്പിൽ നിന്ന്. അപ്പം നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഈ പറയുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവരോ മതത്തിൽ വിശ്വസിക്കുന്നവരോ എക്സ്ട്രീം ആയിട്ടുള്ള ആളുകളോ ഒന്നുമല്ല. അതിനകത്ത് ജനാധിപത്യ വിശ്വാസികളായ ആളുകളും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ നടത്തിയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള ഇടപെടലുകളിലൂടെയാണ് നമുക്ക് അമ്പലങ്ങളിൽ പ്രവേശിക്കാനും പൊതുനിരത്തിൽ നടക്കാനും മൃഗങ്ങൾക്ക് പോലും നടക്കാൻ അവകാശമുള്ള വഴികളിലൂടെ നടക്കാൻ അവകാശമില്ലാതിരുന്ന നമുക്ക് നടക്കാനൊക്കെ പറ്റിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ആ വാദത്തെ ഞാൻ റദ്ദ് ചെയ്യുന്നു. ഓക്കെ ചേച്ചി, എന്താണെങ്കിലും കുറച്ച് നേരം ചേച്ചിയോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഓഡിയൻസിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. വൈൻഡ് അപ്പ് ചെയ്തേക്കട്ടെ. നമുക്കറിയാം ഇവിടെ നമ്മൾ ജാതിയും നിറവും സാമ്പത്തിക പരാധീനതയും സാമൂഹിക പിന്നോക്കാവസ്ഥ എല്ലാം കൂടെ ഒന്നിച്ച് കൈകോർത്ത് നിന്നിട്ട് ധാരാളം കഴിവുകളും പ്രതീക്ഷകളുമുള്ള പല ആളുകൾക്കും തങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തെ അതിജീവിച്ചാണ് മാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പെട്ട് ഉഴലുന്ന ആളുകളോട് എങ്ങനെ അവരുടെ ഒരു പ്രതീക്ഷ, അവരുടെ ഒരു സ്പിരിറ്റിനെ, എങ്ങനെ അവരുടെ ഒരു സ്പാർക്കിനെ നിലനിർത്താം, കാര്യങ്ങൾ എങ്ങനെ അതിജീവിക്കാം, ഏത് തലത്തിലാണ് മാം ഇതിനെ അതിജീവിച്ചത്, അപ്പോൾ എങ്ങനെ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കും? അത് പറയുമ്പോൾ ഞാൻ എൻ്റെ കലാലയ ജീവിതത്തിലെ അനുഭവം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. 9 വർഷത്തിന് മേലെ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ. അപ്പം ഞാൻ എൻ്റെ തുടക്കത്തിലെല്ലാം തന്നെ എല്ലാവരോടും പറയുന്നത്, ഈ 2023 വരെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ കരിയറാണ്, ഫസ്റ്റ് കരിയർ, പ്രൊഫഷൻ, സാലറി, എക്കണോമിക്കൽ ഇൻഡിപെൻഡൻസി. ഇപ്പം ഞാൻ അതൊന്നുമല്ല പറയുന്നത്, നമ്മുടെ ലൈഫാണ്. നമ്മുടെ കുട്ടികളൊക്കെ തന്നെ ഏകദേശം ഇപ്പോൾ ട്രൈബൽ ഏരിയയിലൊക്കെ ഒരുപാട് ആത്മഹത്യകളാണ്. വളരെ ചുരുങ്ങിയ പീരീഡിനുള്ളിൽ വളരെയധികമാണ്. കൗമാരക്കാരുടെ ഇടയിൽ ഒക്കെ തന്നെ വളരെയധികമാണ്. അപ്പം നമ്മുടെ ആ ലൈഫ് നിലനിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ പരീക്ഷയിൽ തോറ്റുപോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം പരീക്ഷ എഴുതാം, അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞ് എഴുതാം, അല്ലെങ്കിൽ ആ കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് വേറെ കോഴ്സ് എടുക്കാം. അപ്പം ഒരാളുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരാളുടെ അപ്പോൾ അതിലൂന്നിയതായിരിക്കണം. ഒരാളുടെ ജീവൻ നിലനിർത്താൻ ഉതകുന്ന തരത്തിൽ ഇപ്പം ട്രൈബൽ മേഖലയ്ക്ക് വീണ്ടും പോകേണ്ടി വരും. എൻ്റെ കൂടെ പോലീസ് പ്രൊട്ടക്ഷനിൽ വയനാടെത്തുമ്പോൾ എപ്പോഴും ട്രൈബ്സിനെ മാത്രമാണ് പെടുന്നത്, ബാക്കിയുള്ള ആളുകളെ ഇടാറില്ല. അപ്പം നമ്മൾ കാണുന്നത് ഈ ആളുകളൊക്കെ അനുഭവിക്കുന്ന ഭയങ്കരമായിട്ടുള്ള വർക്ക് പ്രഷറുണ്ട്, ഭയങ്കര മെൻ്റൽ പ്രഷറുണ്ട് എല്ലാ സ്ഥലത്തും. ഈ പറയുന്ന ദളിത് മേഖലയിൽ നിന്നും ട്രൈബൽ മേഖലയിൽ നിന്നും പിന്നേക്കും മേഖലയിൽ നിന്നും വരുന്ന ആളുകൾ ഇപ്പം അവരുടെ ജോലി സ്ഥലങ്ങളിലും അവരിടപെടുന്ന സ്ഥലങ്ങളിലും എല്ലാം തന്നെ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രഷർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായ സ്റ്റഡീസ് നടത്തുക, അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക. ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ ആളുകൾക്കും പലതരത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിലും അതുപോലെ തന്നെ ഹൗസ് വൈഫാണ്, അവർക്കൊരു ബെറ്റർ സപ്പോർട്ടിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മൾ ഓരോരുത്തരും ഇപ്പം വിവാഹം കഴിഞ്ഞ സ്ത്രീകളൊക്കെ ചെയ്യുന്നത് അവരുടെ പെൺ സുഹൃത്തുക്കളെയൊക്കെ കട്ട് ചെയ്യും, ആ ഹസ്ബൻഡ് എന്ന് പറയുന്ന ലോകത്തിൽ ഇങ്ങനെ ചുറ്റും. ഞാനതുകൊണ്ട് എന്നോട് ദുഃഖം ഷെയർ ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന ഷീപ്പോയിട്ട് കൊടുത്തിരുന്ന ഒരു ഫെസിലിറ്റിയാണ് നമ്മൾ കേൾക്കുക, ആളുകളെ കേൾക്കുകയാണ്. അവർക്ക് സൊല്യൂഷൻ ഒന്നും വേണ്ട, സ്ത്രീകൾക്ക് ഒരു സൊല്യൂഷനും വേണ്ട, അവരെ ഒന്ന് കേട്ടാൽ മതി, അവരുടെ ടെൻഷൻ ഒന്ന് കേട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് നമ്മൾ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായിരുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്, നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളുണ്ട്, ആ സുഹൃത്തുക്കളെ നിങ്ങൾ തിരിച്ചു പിടിക്കുക. നിങ്ങൾക്ക് 1-2 സുഹൃത്തുക്കൾ എപ്പോഴും ഉണ്ടായിരിക്കുക, കാര്യങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീടുകളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ട്രൈബൽ ഏരിയയിലൊക്കെ ആണെങ്കിൽ ഓരോ വീട്ടിലെയും
ഡ്രോപ്പ് ഔട്ട്സ് പഠനമൊക്കെ ഉപേക്ഷിച്ച് 10, 35, 40 വയസ്സായ അമ്മമാരുണ്ട്. ഈ അമ്മമാരെയൊക്കെ തിരിച്ച് വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരികയും കുഞ്ഞു കുഞ്ഞു ജോലികളിലേക്കെങ്കിലും അവരെ എൻ്റർ ചെയ്യിക്കുകയും ചെയ്യുക. ആദ്യം ലൈഫാണ് ഫസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വളരെ വലിയൊരു ഫാക്ടറാണ്. ചെറുതെങ്കിലും അവനവന് ജീവിക്കാനുള്ള, അവനവന് ഭക്ഷണം കഴിക്കാനുള്ള, അവനവൻ്റെ മിനിമം ബെയർ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും ഇതിൽ സജസ്റ്റ് ചെയ്യാനുള്ളത്. താങ്ക് യു. നമ്മുടെ